മൂന്നാം സങ്കീർത്തനം 8-ാം വാക്യം. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നപ്പോൾ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ച് സ്വയം വാളൂരി കൊല്ലുവാൻ ഭാവിച്ചു. രക്ഷ പ്രാപിപ്പാൻ യജമാന്മാരെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. യോശുവ 24-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും. യേശു സക്കായിയോട് പറയുന്നു, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്നാൽ, ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. നേർന്നിരിക്കുന്നു ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. പാപത്തിൽ ജീവിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പാപികളെ രക്ഷിപ്പാനായി യേശു ഇന്നും ജീവിക്കുന്നു. മൃത്യുവിന്റെ പിടിയിൽ നിന്നും നമ്മെ വീണ്ടെടുപ്പാനായി സ്വന്തം രക്തം തന്ന് കാൽവറിയിൽ യാഗമായി. അതുകൊണ്ട് അനുതാപത്തോടെ കുറവുകളെ ഏറ്റുപറഞ്ഞാൽ കരുണയും മനസ്സലിയുമുള്ള കർത്താവ് ക്ഷമയും അവന്റെ രക്ഷദാനമായി നൽകുകയും ചെയ്യും. രക്ഷിക്കുന്ന വീരനായി രാജാതിരാജാവും കർത്താതി കർത്താവുമായി ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. രക്ഷയുടെ ഉല്ലാസഘോഷം ഓരോ ഭവനങ്ങളിൽ ഉയരട്ടെ. അവിടുത്തെ അനുഗ്രഹത്താൽ ഏവരെയും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.